ഓ, അപ്പൊ രക്ഷപ്പെട്ടു പോവാൻ ഗേറ്റിനപ്പുറത്ത് കാറൊക്കെ റെഡിയാക്കി നിർത്തിയിട്ടുണ്ടായിരുന്നല്ലേ? ആദ്യം നിന്നോടാ ചോദിച്ചത് അമ്മു എവിടെയെന്ന്. മുത്തശ്ശ, അത് ഞാൻ... അവൻ എന്നെ നോക്കി വന്നതാ മുത്തശ്ശ. ഈ പദ്ധതിക്ക് പിന്നിൽ ആരൊക്കെയായിരുന്നു? അമ്മോ, ചോദിച്ച കേട്ടില്ലേ? നിന്റെ കൂട്ടുപ്രതികൾ ആരൊക്കെയാണെന്ന്. ആരൊക്കെയായിരുന്നു ഇതിന്റെ പിന്നിലെന്നല്ല, എന്തായിരുന്നു ഇതിന്റെ പിന്നിലെ കാരണം? ഇനിയെങ്കിലും അച്ഛൻ അതായിരുന്നു അന്വേഷിക്കേണ്ടത്. മറ്റുള്ളവരുടെ ജീവിതം വെച്ച് പരീക്ഷിച്ച് ഇനിയും അച്ഛന് മതിയായില്ലല്ലേ? വരദ, കാലം പഴയതല്ലച്ച. ഇഷ്ടാനിഷ്ടങ്ങൾ അടിച്ചേൽപ്പിച്ചാല് റാൻമോളി നിൽക്കാൻ ഇന്നത്തെ തലമുറ കിട്ടിയെന്ന് വരില്ല. ഓരോരുത്തർക്കും അവരവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്, ഇഷ്ടങ്ങളുണ്ട്. ഇനിയെങ്കിലും അതൊന്ന് മനസ്സിലാക്ക്. സ്വാതന്ത്ര്യത്തെക്കുറിച്ച് നീ പ്രസംഗിക്കണ്ട. അതിനുള്ള യാതൊരു യോഗ്യതയും നിനക്കില്ല. ഈ വീട്ടിലെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ ആർക്കെങ്കിലും അർഹതയുണ്ടെങ്കിൽ അതെനിക്ക് മാത്രമാ. കാലം മാറി പോലും. കാലം ഏതായാലും കുട്ടികളെ കയറൂരി വിടുന്നതിനോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല. പിന്നെ ഇപ്പൊ പറഞ്ഞല്ലോ സ്വാതന്ത്ര്യത്തെക്കുറിച്ച്. നിനക്കൽപ്പം സ്വാതന്ത്ര്യം തന്നതിന്റെ പേരിൽ ഞാൻ എന്തെല്ലാമാണ് അനുഭവിച്ചതെന്ന് നീ ഓർക്കുന്നുണ്ടോ? നീ അത് മറന്നുപോയോ? നീ എനിക്ക് നൽകിയ ആ വലിയ പാഠമാണ് സ്വാതന്ത്ര്യത്തിന്റെ അതിർവരമ്പ് നിശ്ചയിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. അതുകൊണ്ട് നിന്റെ അഭിപ്രായം ഇവിടെ ആവശ്യമില്ല. ഇവിടെ കാര്യങ്ങൾ ഞാൻ തീരുമാനിക്കും. അതെന്നും അങ്ങനെ ആയിരിക്കുകയും ചെയ്യും.